പ്രിയദർശിനി എസ്റ്റേറ്റിലെ തേയിലത്തോട്ടം തൊഴിലാളികൾ ചേരുന്നുണ്ട്. നിങ്ങൾ ഈ കടുവയും ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയാണ് പേടിച്ച് ജോലി ചെയ്യുന്നത്? പേടി തന്നെയാണ്. ഞങ്ങൾക്ക് 7:30 ആകുമ്പോൾ ഞങ്ങൾ കാട്ടിലെത്തണം. 8 മണിയാകുമ്പോൾ പണി തുടങ്ങും. 8 മണിയാകുമ്പോൾ പണി തുടങ്ങും. ഞങ്ങൾ പേടിച്ച് കുറച്ചുകൊണ്ടാണ് ഓടുന്നത്. നേരം വെളുത്ത് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ 6 മണിയാകുമ്പോൾ നേരം വെളുക്കില്ലല്ലോ. ആ സമയത്തൊക്കെ ഞങ്ങൾ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെ. പിന്നെ പറയാണ്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട് പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുരങ്ങന്മാർ അതൊരു ശല്യം വേറെ. ഞങ്ങൾക്ക് ജീവിക്കാനോ ഞങ്ങളിങ്ങനെ പണിയെടുത്തല്ല ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാലോ തരില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ പേടിച്ചും പറിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ പണിക്ക് പോകുന്നത്. ഇപ്പോൾ കടുവയെ പിടികൂടാൻ ഉത്തരവിറങ്ങി, വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ട്, കൂട് വെക്കാനുണ്ട്. നിങ്ങളുടെ ഒരു ആശങ്ക, പേടിയൊക്കെ? പേടി മാറി അതിനെ കൊല്ലണം, എന്നാലേ ഞങ്ങൾക്ക് പേടി മാറുള്ളൂ. പാമ്പ് കാട്ടി ഒരു 10-30 കാട്ടി ഞങ്ങൾ പണിയെടുക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ചപ്പ് പറിച്ചും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ടതാ. ഞങ്ങളെ മുന്നിൽ കൂടെ അത് പോകും. ഞങ്ങൾ ഇപ്പുറത്ത് പണിയെടുക്കുക, കാരണം വേറെ വഴിയില്ല ഞങ്ങൾക്ക്. ഇത് കാട്ടിൽ നിന്ന് ഇറങ്ങി വരികയല്ലേ. കടുവയും പാമ്പും ഉണ്ട്, കടുവയുണ്ട്, ആന. ഇതിൻ്റെ ഇടയ്ക്ക് ആന പിടിച്ചത് ഇവിടുന്ന് തന്നെ ഈ പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് പറകിന് പോയിരുന്ന ആന പിടിച്ചില്ലേ. ഇവർ കുറച്ച് പൈസ തരും. അതുകൊണ്ട് നമുക്കായോ നമ്മൾ വീട്ടുകാർക്ക് അവരെ മക്കൾക്ക് അമ്മ പോയത് തന്നെയല്ലേ. മന്ത്രി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, തോട്ടം തൊഴിലാളികൾക്കൊപ്പം തന്നെ വനംവകുപ്പിന്റെ RRT ടീമിനെയും ഈ മേഖലയിലേക്ക് വിടാം. കൊണ്ടല്ല, പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് അത് ഉണ്ടാകണം. ഇവർ വാക്കുകൊണ്ട് പറഞ്ഞ് ഇവർ പോകും. പൈസ തന്നാൽ നമുക്ക് പൈസ മതിയോ? നമ്മൾ മുതലിപ്പോൾ വീട്ടുകാർക്ക് പൈസ കിട്ടാൽ പൈസ തീരൂലേ. ഇത് ഒരു ആയുസ് ദൈവം നമുക്ക് കിട്ടുന്നുണ്ട്. ആ ദൈവം കൊണ്ട് തന്നെ നമുക്ക് സങ്കടമല്ല. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഞങ്ങളെപ്പോലത്തെ ഒരു പെണ്ണ് ഇന്ന് രാവിലെ വീട്ടിൽ വിഷമം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇതേ അവസ്ഥ ഇന്ന് നാളെ ഞങ്ങൾക്ക് വന്നുകൂടായിണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഒരു പരിഹാരം സർക്കാർ ഞങ്ങൾക്ക് കണ്ടേ പറ്റും. കൊല്ലുമെന്ന് പറഞ്ഞാൽ പോരാ, കൊല്ലണം. ഞങ്ങളെ കൺമുന്നിൽ കൊന്ന് കാണിച്ചു തരണം. വിനീത, ഇവർ പറയുന്നത് വാഗ്ദാനങ്ങൾ മാത്രം പോരാ, അത് പ്രായോഗികമാക്കണം. കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടികൾ ഉടൻ